അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ ഡിഷാണ്. കോഴി തലയണ. അത് കോഴി കൊണ്ടാണ്, ചിക്കൻ വെച്ചാണ് കോഴി തലയണ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ പാർട്ടികൾക്കും മറ്റാണ് ഈ കോഴി തലയണ ഉണ്ടാക്കുക. ഒരു കോഴി ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു ഡിഷായിരിക്കും. അപ്പോൾ അത് പാർട്ടികൾക്കും മറ്റും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബ്രോയിലർ കോഴിയാകുമ്പോൾ കുറച്ച് വലുതായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ നെടുകെ മുറിച്ചിട്ട് പകുതിയായിട്ട് 2 പീസാക്കിയിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്പ്രിങ് ചിക്കൻ വെച്ചിട്ടാണ്. സ്പ്രിങ് ചിക്കൻ കുഞ്ഞിക്കോഴിയാണല്ലോ സ്പ്രിങ് ചിക്കൻ. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് നമുക്ക് 2-3 പേർക്ക് കഴിക്കാൻ ഒരു സ്പ്രിങ് ചിക്കൻ നിറച്ചിട്ട് അതിനെ തലയണയാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് സ്പെഷ്യൽ ഡിഷായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് സ്പ്രിങ് ചിക്കൻ വെച്ചിട്ടാണ്. നമ്മുടെ കുഞ്ഞിക്കോഴി വെച്ചിട്ടുള്ള കുഞ്ഞി തലയണ. വലിയ കോഴി വെച്ചാണെങ്കിൽ നമുക്ക് വലിയതായിട്ട് കിട്ടും. അപ്പോൾ അത് വേണ്ട, നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കാൻ ചെറിയ കോഴി മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്രിങ് ചിക്കൻ കിട്ടിയില്ലെങ്കിൽ വലിയ ചിക്കൻ തന്നെ 2 പീസോ അല്ലെങ്കിൽ അതിനെ 4 പീസോ ആക്കിയിട്ട് ചെറുതായി മുറിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 3 സ്പ്രിങ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ചിക്കനാണ് കേട്ടോ. ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നും. ഒരു ചിക്കൻ 100 ഗ്രാം 150 ഗ്രാമിൻ്റെ ഇടയ്ക്കേ വരുള്ളൂ. 3 കൂടി 1/2 കിലോ ഉണ്ടാവും. അത്രയ്ക്കും ചെറുതാണ്. നമുക്കിതിൽ പുരട്ടാൻ മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് 1 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ചിക്കനിൽ നന്നായിട്ട് പുരട്ടി പിടിപ്പിക്കണം. മസാല പുരട്ടിയതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉപ്പും മുളകുമെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കട്ടെ. 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് കുക്കറിൽ 1 വിസിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ മാത്രമേ ഇടാവൂ, പെട്ടെന്ന് വെന്ത് കിട്ടും. വേവിച്ച ചിക്കൻ നമുക്ക് പതുക്കെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. മെല്ലെ എടുക്കണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ ചിക്കൻ 3 നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് ഡ്രൈ ആയി പോകരുത്, വെറുതെ ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ നമുക്കതിനുള്ള മസാലകൾ: ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി, മല്ലിയില, കറിവേപ്പില, പിന്നെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് പൊരിച്ചതുപോലെ വാട്ടിയെടുക്കണം. അധികം അങ്ങ് മുരിഞ്ഞ് പോകരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അധികം മുരിയാതെ നമുക്ക് വാട്ടിയെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. നമുക്ക് ഷാലോ ഫ്രൈ ആയിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ചിക്കൻ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള മസാല ശരിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വാട്ടിയെടുക്കാൻ. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വാട്ടിയത്. അത് ഞാൻ ഇതിൽ ചേർക്കുമ്പോൾ ക്യാമറ ഓഫായിപ്പോയി. ഒരു 4 ഉള്ളി പൊടിയായി അരിഞ്ഞതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് വാട്ടണം. അത് നമുക്കൊരു നല്ലൊരു മസാല ഉണ്ടാക്കണം. ഇപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഇത് വാട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും മസാലക്ക്. എന്നിട്ട് ഈ മസാല നമുക്ക് ചിക്കൻ്റെ അകത്തും പുറത്തും എല്ലാം ചേർക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായി വാടട്ടെ. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ കുറച്ച് ചേർത്തിരുന്നു.
അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം. ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളിയും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. മസാല നല്ല കുഴഞ്ഞതുപോലെ ആവണം. എല്ലാം നന്നായി വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളമുണ്ട്, അതും കൂടെ ചേർക്കണം. ചിക്കൻ വേവിച്ച വെള്ളത്തിൽ ഉപ്പുള്ളതുകൊണ്ട് കൂടുതൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ആവശ്യമാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഉപ്പ് ഇത്തിരി കുറവാണ്, നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നു. എരിവെല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്ക് കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നു. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്കിനി കോഴിത്തല ഉണ്ടാക്കിയെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. മസാല ഉണ്ടല്ലേ. ഇനി നമുക്ക് കോഴിയുടെ തുറന്ന ഭാഗത്തൂടെ മസാല അകത്തേക്ക് ചേർക്കണം. ഒരുപാട് മസാലയൊന്നും പോവില്ല, ചെറിയ കോഴി ആയതുകൊണ്ട്. കുറച്ച് മസാല ചേർത്തതിന് ശേഷം അതിലേക്ക് മുട്ടയും ചേർക്കുക. മുട്ട ശരിക്കും അകത്ത് കയറുന്നില്ല, കുറച്ച് വലിയ മുട്ടയായിപ്പോയി. കുഞ്ഞി കോഴിയല്ലേ, അപ്പോൾ വലിയ മുട്ട അകത്ത് കയറാൻ കുറച്ച് പ്രയാസമുണ്ട്. വലിയ കോഴിയാണെങ്കിൽ 1-2 മുട്ടയൊക്കെ കയറും. ഒരു വിധത്തിൽ ഞാനൊന്ന് അമർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിത് 3ഉം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയിട്ട് ഈ കോഴിയെ ചപ്പാത്തിൻ്റെ അകത്തേക്ക് ആക്കണം. ചപ്പാത്തിൻ്റെ മാവ് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചതായിരുന്നു. 2 കപ്പ് ഗോതമ്പ് മാവിന് 1/4 കപ്പ് മൈദയും കൂടി ചേർത്താണ് ഇത് കുഴച്ച് വെച്ചത്. ഇതിൽ നിന്ന് നമുക്ക് 3 വലിയ ബോളുകളാക്കി എടുക്കണം. എന്നിട്ടത് നേരിയതായിട്ട് പരത്തിയിട്ട് വേണം നമ്മുടെ ചിക്കനെ അതിനകത്ത് വെച്ചിട്ട് ചുറ്റിയെടുക്കാൻ. നമുക്ക് ചപ്പാത്തി വലുതായിട്ട് നേരിയതായിട്ട് പരത്തിയെടുക്കണം. നേരിയതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തിയുടെ തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് നമ്മുടെ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, ചിക്കനകത്ത് ചേർത്തിയ മസാല നമുക്കിതിലേക്ക് നന്നായിട്ട് പരത്തി വെക്കുക ചപ്പാത്തിയിൽ. എന്നിട്ട് ഇതിൽ ഓരോ ചിക്കനും പതുക്കെ എടുത്തിട്ട് വെച്ച് നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ഇതേപോലെ പൊതിഞ്ഞെടുക്കണം. ഇതേപോലെ നന്നായിട്ട് പൊതിഞ്ഞ് നന്നായി ഒട്ടിച്ച് വെക്കണം. അകത്തേക്ക് എണ്ണ കയറാതിരിക്കാൻ ശരിക്കും നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. ഒരു ഗ്യാപ്പും ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഭാഗവും തിരിച്ചു മറിച്ച് നല്ല ചുവക്കെ പൊരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 3ഉം ഇതുപോലെ പൊരിച്ചെടുക്കാം.
ഞാൻ 3 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയേ വേണ്ടൂ. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ കേട്ടോ. വെയിറ്റ് ഉള്ളതുകൊണ്ട് എണ്ണ പെട്ടെന്ന് തെറിക്കും. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കോഴി തലയണ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, ഇങ്ങനെയുണ്ട്. ഇഷ്ടമായിട്ടുണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ ഇത് നമുക്ക് വിരുന്നാർ വരുമ്പോഴോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ വല്ല പാർട്ടിക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാം. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാനും നന്നായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് കാണണ്ടേ. കണ്ടില്ലേ, നല്ല അടിപൊളി കോഴി തലയണ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്.